അഹമ്മദ് അൽ ഷര സിറിയയിലെ ഭരണാധികാരിയാണ്. അയാളെ പോയി കണ്ട് ഇദ്ദേഹം സംസാരിക്കുകയാണ്. അഹമ്മദ് അൽ ഷര ആരാണ്? അയാളുടെ ആദ്യത്തെ പേര് അബു മുഹമ്മദ് അൽ ജോലാനി എന്നാണ്. അൽ ഖ്വയ്ദ നേതാവായിരുന്ന തീവ്രവാദി. ഇവരുണ്ടാക്കിയിരിക്കുന്ന അബൂ ഗാരിബ് ജയിലിൽ കിടന്നയാൾ തീവ്രവാദി എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന താടിയും മുടിയും എല്ലാം ഇട്ടിട്ട് മിലിറ്റൻ്റ് ഉട്ടുപിട്ടിട്ട് കിടക്കുന്ന മാറിയിട്ട് ഇപ്പോൾ കോട്ട് സൂട്ട് ഇട്ടിട്ട് സാധാരണ ട്രംപിനെ പോലെ ഇരുന്നിട്ട് അയാളോട് ചർച്ച നടത്തുകയാണ്. എന്നുവെച്ചാൽ അഹമ്മദ് അൽ ഷര മൂപ്പർ എന്താണ് ഈ ലോകത്തുണ്ടാക്കുക നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഒരു തീവ്രവാദി, ഒരു നമ്മൾ സാധാരണ ഒരു മാറ്റവും ആകാം, പോസിറ്റീവായിട്ടുള്ള മാറ്റമാകും, നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ട്രംപിൻ്റെ ലൈൻ, അതായത് അവർ തന്നെയും ജയിലിൽ പിടിച്ചിരുന്ന തീവ്രവാദി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരാൾ, അതും അൽ ഖ്വയ്ദയുമായിട്ട് ബന്ധമുള്ള ഒരാൾക്കൊപ്പം ഇരിക്കാൻ ഇദ്ദേഹത്തിന് മടിയില്ല. കാര്യം അവിടെ കാര്യങ്ങൾ നന്നായിട്ട് നടത്തിയാൽ മതി എന്നാണ്. എന്ന് വെച്ചാൽ ഈ ലോകത്ത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായാൽ കച്ചവടം നടക്കില്ല. ഗാസയിലെ പ്രശ്നം നമുക്ക് പരിഹരിക്കാം, അവിടെ ഒരു നല്ല ബീച്ച് റിസോർട്ട് തുടങ്ങാം. ഇപ്പോഴത്തെ ഇന്ത്യയിലാണെങ്കിൽ ഞാനിത് അവിടോട്ട് പരിഹരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊറ്റ കാര്യമേ ഉള്ളൂ, അമേരിക്ക ഫസ്റ്റ്. അമേരിക്കയ്ക്ക് ലാഭം കിട്ടണം. ലാഭം കിട്ടാൻ യുദ്ധമാണെന്നല്ലെങ്കിൽ യുദ്ധം, സമാധാനമാണെന്നല്ലെങ്കിൽ സമാധാനം.